ഹായ് നമസ്കാരമുണ്ട്. ഞാനെൻ്റെ വീട്ടിലുള്ള ഒരു മാവ് പരിചയപ്പെടുത്താണ്. ഇതാണ് റെഡ് ഐവറി. ഇതിന് പല പേരുകളുണ്ട്. പിന്നെ നാച്ചിൻഡ്യാങ്, ചാങ്മായി എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന മാവാണ്. ഈ മാങ്ങ കണ്ടില്ലേ എന്തൊരു വലിപ്പമാണ്. നമ്മളെ കൈ വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിൻ്റെ വലിപ്പം അറിയാം. ഇത് ഇനിയും വലുതാവാനുണ്ട്. ഇതിപ്പോൾ ഏകദേശം ഒരു 1.5 മാസമായിട്ടുള്ളൂ. ഇനി ഏകദേശം ഒരു 1.5 മാസം കൂടെ കഴിയുമ്പോൾ അതിൻ്റെ പൂർണ്ണ വളർച്ചയിലേക്ക് എത്തും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പുതിയ വീഡിയോ, അതിൻ്റെ റിവ്യൂ നമുക്ക് ചെയ്യാം. കാരണം ഇന്ന് നമുക്ക് അറിയപ്പെടുന്ന മാങ്ങകളിൽ ഏറ്റവും നല്ലൊരു മാങ്ങയിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു മാങ്ങയാണ് റെഡ് ഐവറി. കണ്ടില്ലേ, ഇതൊരു ഗ്രോ ബാഗിലാണ് കാഴ്ചയിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ. മാത്രമല്ല ഇത് കണ്ടില്ലേ, നിറയെ ഇനി കായകളാണ് കേട്ടോ. ഇനി കായകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് പൂർണ്ണ ഒരു റെഡ് കളറിലേക്ക് വരും. അപ്പോഴാണ് അതിൻ്റെ ഭംഗി. മുകളിലൊക്കെ ഉണ്ട് കേട്ടോ. മുകളിലുള്ളൊരു മാങ്ങ ഏകദേശം ഒരു റെഡ് കളറിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് റെഡ് ഐവറി എന്ന് പറഞ്ഞത്. ഇതിന് ചാൻഡിങ്, നാച്ചിൻഡ്യാങ്, ചാങ്മായി അങ്ങനെയൊക്കെ പേര്. ഇത് ഒരു ഇലയുടെ വലിപ്പം നോക്കൂ, ഭയങ്കര നീട്ടാണ്. കണ്ടില്ലേ, കണ്ടാ ഇതിൻ്റെ ഒരു വലിപ്പം നോക്കി. ഇത്രയും നമ്മളൊരു കൈയിൻ്റെ ഇത്രയും വലിപ്പമാണ് ഇതിൻ്റെ ഇലയുടെ നീട്ടം. അതുപോലെ തന്നെ മാങ്ങയാണെങ്കിലും നോക്കൂ, മാങ്ങയുടെ വലിപ്പം നോക്കൂ, നല്ല നീണ്ട് പിന്നെ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പ്രത്യേക ഷേപ്പാണ്. നമ്മളെ ഒരു വാള് പോലത്തെ ഒക്കെ രൂപത്തിലാണ് അതിൻ്റെ അത്, പടവാള് പോലത്തെ. അതിന് ഇനി ഇത് വലുതാവും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. കാരണം ഇത്രയും നീട്ടുള്ള മാങ്ങ നമുക്ക് ഇവിടെ വേറെ ഒന്നുമില്ല. ഇവിടെ പല മാങ്ങകളുണ്ടെങ്കിലും വിദേശ മാങ്ങകളുണ്ടെങ്കിലും ഇതാണ് നമുക്ക് ഏറ്റവും നീട്ടം കൂടിയ മാങ്ങ. എന്നാൽ റെഡ് ഷെയ്ഡിലേക്ക് വരുന്ന കണ്ടില്ലേ, നല്ല മനോഹരമായിരിക്കുന്ന ഒരു പ്ലാന്റാണ്, മാവാണ്. അപ്പോൾ അതൊന്ന് പരിചയപ്പെടുത്തിയാണ്. നമുക്ക് ഇനി ഇതിൻ്റെ പഴുത്തതിന് ശേഷം ഇതിൻ്റെ ഒരു പുതിയ റിവ്യൂ നമുക്ക് കാണിക്കാം. ഇത് വന്ന് നമ്മൾ വീട്ടിൽ കാഴ്ച ഒരു മഹാചാനുക്കാണ്. പിന്നെ കുറേ കാഴ്ചയുണ്ട് ഇവിടെ നമ്മുടെ വീട്ടിൽ. പ്രാവശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഫംഗൽ ബാധ ഉണ്ട് മാവുകൾക്കൊക്കെ. എന്ന് വെച്ചാൽ നമ്മൾ എയർപോർട്ട് ഗാർഡനിൽ ശ്രദ്ധിക്കുന്നതുകൊണ്ട് ഇവിടെ കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല. ഇതവിടെ മിയാസാക്കി കാഴ്ചിട്ടുണ്ട്. ഇതാണല്ലേ, ഇത് മിയാസാക്കിയാണ് കാഴ്ചിരിക്കുന്നത്. ഇത് ക്യൂസാം റോഡ് എന്ന് പറഞ്ഞൊരു മാവാണ്. കാരണം നിറയെ മാങ്ങ കാഴ്ചിട്ടുണ്ടല്ലോ, ഇവിടെയൊക്കെ നിറയെ മാങ്ങയാണ്. ഇത് കാണില്ലേ, കൊല കുത്തി കായ്ക്കുക, കൊലയിൽ നല്ല പിടിക്കുക, അങ്ങനെ ഒരു പ്രത്യേക കളറാണ് അല്ലേ. ഒരു സാധാ ഗ്രീൻ അല്ല, സാധാ ഗ്രീൻ അല്ല, ബ്ലൂ ടച്ച്. അതെ അതെ, ഇത് ഉൾഭാഗത്തൊക്കെ മാങ്ങുണ്ട് കേട്ടോ, നിറയെ മാങ്ങുണ്ട്. ഇവിടെയൊക്കെ മാങ്ങുണ്ട്, നന്നായിട്ട് കായ പിടിച്ചിട്ടുണ്ട്. ഒക്കെ മാങ്ങയാണ് കണ്ട. ഇങ്ങനെ നമുക്ക് മാങ്ങ മനോഹരമായിട്ട് കാണണമെങ്കിൽ ആ ഡ്രമ്മിലൊക്കെ കാണണമെങ്കിൽ. പിന്നെ പലരും പറയും ഡ്രമ്മിൽ മാവ് വെച്ചാൽ കായ്ക്കില്ല മാങ്ങാന്നൊക്കെ. അവർക്കൊക്കെയുള്ള ഒരു മറുപടി തന്നെയാണ് കേട്ടോ. ഇത്ര കായ്ച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ മാവിന് മുകളിലൊക്കെ കണ്ടില്ലേ, കുറേ കായ്ച്ചിരിക്കുന്നു. പിന്നെ ഇങ്ങോട്ട് വന്നാൽ നമുക്കിവിടെ കേസർ കായ്ച്ചിട്ടുണ്ട്. പേര് ഇതാ, നിറയെ കേസർ കായ്ച്ചിട്ടുണ്ട് കണ്ടില്ലേ, നിറയെ കേസറിൻ്റെ കളർ ഞാൻ പറഞ്ഞില്ല. ഇവിടെ ഒരു അഗ്രഭാഗത്ത് ഒരു മുന പോലെ ഉണ്ട്, അത് കേസർ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള നല്ലതാണ്. ഇത് നല്ല മാങ്ങയാണ്, നിറയെ കായ്ച്ചിട്ടുണ്ട്. ഉൾഭാഗത്തൊക്കെ ഉണ്ട്, ഇവിടെയൊക്കെ കണ്ടില്ലേ നിറയെ മാങ്ങ ഉണ്ട്. പക്ഷേ നമുക്ക് നമ്മുടെ ഇവിടെ എല്ലായിടത്തും കേസർ അങ്ങനെ കായ്ക്കാറില്ല. പക്ഷെ നമുക്ക് നന്നായിട്ട് കേസർ കായ്ച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ നാംഡോക്കുമായി ഗോൾഡാണ് കേട്ടോ, കണ്ടില്ലേ നല്ല ഗോൾഡ് കളറായിട്ട്. ഇത് നമ്മൾ കവറൊന്നും ഇടാതെ തന്നെ ഈ നാംഡോക്കുമായി ഗോൾഡിലേക്ക് വരും. സാധാരണ നമ്മൾ ഗോൾഡ് അല്ലാത്തതിനെ ഇവിടെ കവർ ഇട്ടിട്ട് നമുക്ക് കൊണ്ടുവരണം. ഇത് കണ്ടില്ലേ, ഇവിടെ ഒന്ന് നോക്കുക, ഇതൊന്നും എടുത്താൽ നോക്ക്, ഇവിടെ നോക്ക്, ഇതൊക്കെ ഫുൾ ഗോൾഡിലേക്ക് വന്നിരിക്കുന്നുണ്ടല്ലേ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഗ്രീനും ഗോൾഡും തമ്മിലുള്ള വ്യത്യാസം. ഫുൾ ഗോൾഡിലേക്ക് വരും, കാണാൻ നല്ല ഭംഗിയാണ്. ഇത് നമ്മുടെ നിറയെ കാഴ്ച ജിംഹോങ് എന്ന് പറഞ്ഞാൽ അഥവാ സൂപ്പർ ക്യൂൺ എന്നൊക്കെ പറയുന്ന മാങ്ങയാണ്. നിറയെ കായ്ച്ചിട്ടുണ്ട്. ഇതൊരു ഗ്രോ ബാഗിലാണ്. കാരണം നമുക്ക് വീട്ടുമുറ്റത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല മനോഹരമായിട്ടുള്ള മാങ്ങയാണ്. ഇത് കണ്ടില്ലേ, കൊലകൊലായിട്ട് കായ്ച്ചിരിക്കുന്ന മഹാചാനുക്ക്. ഈ മാവിൻ്റെ ഒരു ചന്തം, ഒരു ഭംഗിയൊക്കെ ഒന്ന് നോക്കുകയാണെങ്കിൽ, മാവിനെ നമ്മൾ ട്രെയിൻ ചെയ്ത് മുകളിലെല്ലാം കട്ട് ചെയ്തിട്ട് ഉള്ളിൽ നിന്ന് സൂര്യപ്രകാശം വരാവുന്ന രീതിയിൽ അതിനെ മാറ്റിയിട്ട് സൈഡിലൊക്കെ ഇങ്ങനെ മാങ്ങ കണ്ടില്ലേ. ഇത് കണ്ടില്ലേ, ഇവിടെയൊക്കെ നിറയെ മാങ്ങയാണ് കണ്ടില്ലേ. നോക്കാണോ, ഇതൊക്കെ ഒരു മാവിൽ, ഒരു ഡ്രമ്മിൽ വെച്ചൊരു മാവാണ്. നോക്കൂ, ചെറിയ ഡ്രമ്മിൽ വെച്ചൊരു മാവാണിത്. ഇതിൽ കഴിച്ചിട്ട് മാങ്ങ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഇത് നമ്മൾ ഒക്കെ കായ്ച്ചതാണ്, നമ്മളിവിടെ ഒട്ടിച്ച് വെച്ചതൊന്നുമല്ല. ഇതാണല്ലേ നിറയെ മാങ്ങകൾ, എല്ലാ ഭാഗത്തും ഒരേപോലെ ചുറ്റും റൗണ്ട്. ഇതൊക്കെ റൗണ്ട് വെച്ചാൽ ഫുള്ള് റൗണ്ടിൽ എല്ലാ ഭാഗത്തും നിറയെ മാങ്ങയാണ്. ഏത് കമ്പിലെടുത്താലും നിറയെ മാങ്ങ. കണ്ടാ, എവിടെയാണ് മാങ്ങ ഇല്ലാത്തതെന്ന് നോക്കുകയാണ്, എവിടെയാണ് മാങ്ങ ഇല്ലാത്തതെന്ന് നോക്കുക. ഇത് നമ്മൾ വലിയ വാട്ടർ ടാങ്കിൽ വെച്ചതാണ്. ഇതിൽ നന്നായിട്ട് മാങ്ങ പിടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒരു ശ്രദ്ധക്കുറവ് കാരണം നമുക്കത് വേണ്ട രീതിയിൽ പരിപാലിക്കാൻ പറ്റിയിട്ടില്ല. ഇവിടെയൊക്കെ നിറച്ച് മാങ്ങയാണ് കണ്ടാ. ഇത് ഇനിയും വലുതാവും മാങ്ങകൾ. ഇത് അവിടെ റമ്മിലാണ് നിറയെ മാങ്ങ ഇരിക്കുന്നത് കണ്ടില്ലേ. എന്താ ഇവിടെ റമ്മിൽ നിറയെ മാങ്ങ കണ്ടല്ലേ, നിറയെ മാങ്ങ. ഇത് മാങ്ങ ഇനി വലുതാവാണ്ട്.
ഇത് ഡ്രമ്മിലുള്ള മാങ്ങയാണ്. ഇത് ഹോങ്ലോങ് എന്ന് പറയുന്ന മാങ്ങയാണ്. ഹോങ്ലോങ് ഇത് നാംഡോക്കുമായി മണ്ണാണ്. നാംഡോക്ക് മണ്ണ് എന്ന മാങ്ങയാണ്. ഇനി അത് കൂടാതെ നമുക്കിതാ ഇവിടേക്ക് വന്നാൽ ഇഷ്ടം പോലെ മാങ്ങകൾ കാഴ്ചയിരിക്കുന്നു. ഇതവിടെ നമുക്ക് ഒരു ഡ്രമ്മിൽ ഇതാ 3 ടേഷ് മാങ്ങ ഇഷ്ടം പോലെ കാഴ്ചയ്ക്കുന്ന ഡ്രമ്മിൽ ഇവിടെയൊക്കെ മാങ്ങയാണ്. നിറയെ മാങ്ങ കാഴ്ചിട്ടുണ്ട്. അതുകൂടെ നമുക്കിതാ ഇവിടെ മാങ്ങ, ഇത് കിങ് ഓഫ് ചക്കപ്പത്താണ്. ഇത് നമുക്ക് സൂര്യപ്രകാശം വേണ്ടമാതിരി കിട്ടാത്തതുകൊണ്ടാണ് അതിൻ്റെ ആ ഒരു കളറ് വരാത്തത്. ഇവിടെയൊക്കെ കായ പിടിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ പ്രധാനപ്പെട്ട നാംഡോക്കുമായിയാണ്. കണ്ടില്ലേ, നാംഡോക്കുമായിക്ക് എത്ര പോരാണ് കായ പിടിച്ച് തൂങ്ങുന്നത്. ഇവിടെയൊക്കെ നിറയെ മാങ്ങയാണ് നാംഡോക്കുമായി. കണ്ടില്ലേ, ഇതൊക്കെ നാംഡോക്കുമായിയാണ്. ഇതാ ഇവിടെ കാണുന്നു. ഇത് നാംഡോക്കുമായി കാഴ്ചയിരിക്കുന്നു. ഇത് കണ്ടില്ലേ, ഇത് കണ്ടോ, ഇത് കണ്ടില്ലേ, ഇങ്ങനെ കൊലകുത്തി ഇങ്ങനെ മാങ്ങകളൊക്കെ കാഴ്ചിരിക്കുന്നു. ഇത് സൂപ്പർ ക്വീൻ അവിടെ കാഴ്ചിരിക്കുന്നത്. അതുകൂടെ ഇതവിടെ കാഴ്ചിരിക്കുന്നത്. ഇത് ജപ്പാൻ്റെ ഒരു മാങ്ങയാണ്. എനിക്ക് ഐഡിയ അറിയില്ല, എൻ്റെ പേര് മറന്നു പോയിട്ടുണ്ട്. നോക്കും ഇങ്ങനെ ഇതൊക്കെ കായ്ച്ചു വരുന്നുള്ളൂ. ഇനി മാങ്ങ കുറേ വലുതാവാനുണ്ട്. കണ്ടില്ലേ, ഒരു കൊലയിൽ എത്ര മാങ്ങയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ മാങ്ങ നമ്മുടെ വീട്ടുമുറ്റത്ത് കാഴ്ചവെക്കുമ്പോൾ കാണാൻ എന്തൊരു ചന്താണ്, എന്തൊരു ഭംഗിയാണ്. ഇതൊക്കെ ആസ്വദിക്കുക എന്നുള്ളതാണ് നമ്മൾ. ഇതൊക്കെ മാങ്ങ തിന്നുന്നതിലും കൂടുതൽ കണ്ട് ആസ്വദിക്കുക എന്നുള്ളതാണ്. നോക്കാം എത്രയാണ് കാഴ്ചയിരിക്കുന്നത് മാങ്ങ. ഇവിടെ എല്ലാം മാങ്ങ നിറയെ കാഴ്ച. ഉൾഭാഗത്തൊക്കെ മാങ്ങയാണ്, അവിടെയൊക്കെ മാങ്ങയാണ്. കണ്ടില്ലേ, അത് കണ്ടില്ലേ, ഈ ഹോങ്ലോങ് എന്ന് പറയുന്ന മാങ്ങ ഈ തണ്ടിലൊക്കെയാണ് കാഴ്ചയിരിക്കുന്നത്. കണ്ടാ, നന്നായിട്ട് കായ പിടിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കാണുമ്പോൾ നല്ലൊരു ഭംഗിയല്ലേ. നമുക്ക് താഴത്ത് തന്നെ മുകളിലൊക്കെ കണ്ടില്ലേ, എന്തൊരു ഭംഗിയാണ്. ഇതിൽ നിറയെ മാങ്ങ ഉണ്ടായിരുന്നു. കമ്പൊടിഞ്ഞ് വീണതാണ്, മാങ്ങയുടെ വെയിറ്റ് കൊണ്ട്. അങ്ങനെ അത്രയും മാങ്ങ ഉണ്ടായിരുന്നു. നന്നായിട്ട് കായ പിടിക്കുന്നത്. അങ്ങനെ ഭാഗത്തൊക്കെ മാങ്ങ ആയിട്ട് നമുക്ക് മാങ്ങ ഫുള്ള് വലുതായതിനു ശേഷം നമുക്ക് മറ്റൊരു വീഡിയോ ചെയ്യാം.